വിദ്യാർത്ഥികൾക്ക് മികവുറ്റ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ RSW ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരവും മാതൃകാ പ്രീ പ്രൈമറി ക്ലാസും സ്കൂളിൽ സജ്ജമാക്കിയത്. എല്ലാവർക്കും സാർവത്രികവും സൗജന്യവുമാകണമെന്ന ആശയം അർത്ഥപൂർണമാക്കുന്ന ഒരു വീക്ഷണം ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് ഈ തരത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിജയം കണ്ടത്. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിരുന്ന അനാദായകരമെന്ന് പറഞ്ഞ് പൂട്ടാനിരുന്ന മുഴുവൻ സ്കൂളുകളും ഇന്ന് പ്രവർത്തന സജ്ജമാക്കി മാറാൻ കഴിഞ്ഞതും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ ധാരാളം കുട്ടികളുണ്ട്. അധ്യാപകർ നന്നായി അവരെ പരിശീലിപ്പിക്കുന്നു. അതോടൊപ്പം നല്ല PTA പ്രവർത്തിക്കുന്നു. ആ നിലയിൽ ഈ സ്കൂള് ഈ വർണ്ണക്കൂടാരം ഏറ്റവും ഭംഗിയായി വിജയകരമായി ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിജ്ഞാനത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ആദ്യ പാഠം അല്ലെങ്കിൽ അറിവിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ഇവിടെ കുറിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരികയാണ്. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന രീതിയിൽ സന്തോഷകരവും ഗുണമേന്മയുള്ളതുമായ ഒരു അടിത്തറ സ്കൂളിൽ ഒരുക്കുക എന്നതാണ് ഈ വിജ്ഞാന കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി OA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ലാൽജി K ജോർജ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ KJ പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ വെച്ച് വർണ്ണക്കൂടാരത്തിന്റെ ശില്പിയെ 21ാം വാർഡ് മെമ്പർ ഷിബു ആദരിച്ചു. ഏറ്റുമാനൂർ AEO ശ്രീമതി ശ്രീജ P ഗോപാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS ദിലീപ്, അതിരമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് പുതുശ്ശേരി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സനിൽ ജോസഫ്, ഫസീന സുധീർ, TG സജി, വിവിധ വാർഡ് മെമ്പർമാർ, PTA പ്രസിഡന്റ് ജിനുമോൾ രാജു, സ്കൂൾ ലീഡർ ആദിലക്ഷ്മി R എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ 64 വർഷങ്ങളായി വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റ പ്രവർത്തനം നടത്തുന്ന ഈ വിദ്യാലയത്തിന് പുതിയ പദ്ധതി വലിയൊരു നാഴികക്കല്ലാണെന്ന് അധികൃതർ അറിയിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.